അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിൽ നിന്ന് ഒഴിവാക്കിയതിന് പിന്നാലെ ചന്ദ്രിക ദിനപത്രത്തിന്റെ ക്യാമ്പയിനുമായി CPM നേതാവ് ജി സുധാകരന്റെ വീട്ടിൽ രാവിലെ 8:30-നാണ് പത്രത്തിന്റെ ക്യാമ്പയിൻ ആരംഭിക്കുന്നത്. ആലപ്പുഴയിലെ പാർട്ടി പരിപാടികളിൽ ഏറെ നാളുകളായി ജി സുധാകരൻ മാറ്റി നിർത്തപ്പെടുകയാണ്. CPIM മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമായ ജി സുധാകരൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടിക്കെതിരെ കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. നേരത്തെ പ്രായപരിധിയുടെ പേരിൽ ആളുകളെ മാറ്റി നിർത്തുന്നതിനെതിരെയും ജി സുധാകരൻ രംഗത്തെത്തിയിരുന്നു. ഏറെ നാളായി പാർട്ടിയുമായി സ്വരച്ചേർച്ചയില്ലായ്മ നിലനിൽക്കെയാണ് CPIM അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിലേക്ക് ജി സുധാകരന് ക്ഷണം ലഭിക്കാതിരുന്നത്. ഉദ്ഘാടന സമ്മേളനത്തിലും ശനിയാഴ്ച നടന്ന പൊതുസമ്മേളനത്തിലും ജി സുധാകരനെ ഒഴിവാക്കിയിരുന്നു. പൊതുസമ്മേളന വേദി വീടിന് സമീപമായിട്ടും ക്ഷണമുണ്ടായില്ല. അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് കരുതിയാണ് ക്ഷണിക്കാത്തത് എന്നായിരുന്നു ജില്ലാ സെക്രട്ടറിയുടെ വിശദീകരണം. അദ്ദേഹം സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നൊക്കെ ഒഴിവായി. ഇപ്പം പാർട്ടി മെമ്പർമാർ മാത്രമാണ് പാർട്ടി മെമ്പർ എന്ന വിധത്തിൽ വിട്ടേക്കാണ്. എങ്കിലും നമ്മുടെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട പരിപാടികളെല്ലാം അദ്ദേഹത്തെ പങ്കെടുപ്പിക്കുന്നുണ്ട്. അത് പ്രധാനപ്പെട്ട പാർട്ടിയുടെ പരിപാടികളിൽ പങ്കെടുപ്പിക്കണമെന്ന് ആവശ്യം വന്നു കഴിഞ്ഞാൽ അപ്പോൾ പങ്കെടുപ്പിക്കുന്നുണ്ട്. ഒരു വിരോധമൊന്നുമില്ല, ഒഴിവാക്കി നിർത്തുകയല്ല. അങ്ങനെ ആരും അദ്ദേഹത്തെ ഇനി ഒഴിവാക്കി നിർത്തുന്ന കാര്യം ആ സഖാവിനെ നമ്മൾ ഇതുവരെയുള്ള പ്രധാന രാഷ്ട്രീയ പോരാട്ടങ്ങളും മറ്റു കാര്യങ്ങളും വരുമ്പോഴത്തേക്ക് അതിലൊക്കെ അദ്ദേഹത്തെ നമ്മൾ പങ്കെടുപ്പിക്കാറുണ്ട്, അദ്ദേഹത്തെ ഇത് ചെയ്യാറുണ്ട്. ഇതിപ്പോൾ അതിനകത്ത് അങ്ങനെ ഒരു സമ്മേളനത്തിൽ അങ്ങനെ പങ്കെടുപ്പിക്കണമെന്നുള്ള ഒരു ഇതിലേക്ക് വന്നില്ല. പിന്നാലെയാണ് മുസ്ലിം ലീഗ് അമ്പലപ്പുഴ നിയോജക മണ്ഡലം കമ്മിറ്റി നടത്തുന്ന ചന്ദ്രിക ക്യാമ്പയിനിൽ സുധാകരൻ ഭാഗമാകുന്നത്. ഇന്ന് രാവിലെ 8:30-ന് സുധാകരന്റെ പുന്നപ്രയിലെ വീട്ടിലാണ് പരിപാടി. പല ഘട്ടങ്ങളിൽ സുധാകരൻ പാർട്ടിയെ വിമർശിച്ച് രംഗത്തെത്തിയത് വിവാദമായിരുന്നു. മുൻ MP ആയിരുന്ന TJ ആഞ്ചലോസിനെ കള്ള റിപ്പോർട്ടിലൂടെയാണ് 28 വർഷം മുൻപ് CPM പുറത്താക്കിയതെന്ന് സുധാകരൻ അടുത്തിടെ പറഞ്ഞിരുന്നു. ഏരിയ സമ്മേളനത്തിൽ നിന്ന് ജി സുധാകരനെ ഒഴിവാക്കിയതും ചന്ദ്രിക പത്രത്തിന്റെ ക്യാമ്പയിന്റെ ഭാഗമാകുന്നതും ഇതിനോടകം തന്നെ ചർച്ചയായി. ന്യൂസ് മലയാളം, ആലപ്പുഴ.